നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പറയാനാകില്ല എന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കണമെന്ന് മന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രതിസന്ധിക്കു കാരണം വൈദ്യുതി മന്ത്രിയുടെ വിവരക്കേടെന്ന് മുൻ മന്ത്രി എം മണി 24-നോട്. മന്ത്രി സണ്ണി ജോസഫിനെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി CPIM നേതാവ് വി ശിവൻകുട്ടി. 3 ദിവസമായി സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. നിയന്ത്രണം ഇനിയും നീളും. അടിയന്തര സാഹചര്യമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉപഭോഗം കൂടിയതും ഡാമുകളിൽ വെള്ളം കുറഞ്ഞതും തിരിച്ചടിയായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കണമെന്ന ജനങ്ങളോട് മന്ത്രിയുടെ അഭ്യർത്ഥന. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. അത്യാവശ്യങ്ങൾക്കെല്ലാം വൈദ്യുതി വേണം, എന്നാൽ അനാവശ്യമായ നമ്മളുടെ അലങ്കാര ലൈറ്റുകൾ ഒഴിവാക്കുക. വൈദ്യുതി കുറവെങ്കിൽ കാശ് കൊടുത്തു വാങ്ങുകയാണ് വേണ്ടതെന്ന മുൻ വൈദ്യുതി മന്ത്രി എം മണി. മന്ത്രിക്ക് വിവരക്കേടെന്നും പരിഹാസം. താപനിലയത്തിൽ നിന്ന് കിട്ടുമെന്ന് വൈദ്യുതി പൈസ കൊടുത്താൽ മതി. ജനങ്ങൾ പൈസ കൊടുത്തോളൂല്ലോ, ചുമ്മാതല്ല, ഔദാര്യമല്ലല്ലോ. അങ്ങേരാണ് അങ്ങയുടെ വിവരക്കേടാ. അത് തന്നെ. മലപ്പുറം തിരൂരിൽ തുടർച്ചയായി വൈദ്യുതി തടസ്സപ്പെടുന്നതിനെ തുടർന്ന് KSEB ഓഫീസിൽ മെഴുകുതിരി കത്തിച്ച DYFI പ്രതിഷേധം. വൈദ്യുതി തടസ്സത്തെ തുടർന്ന് ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാൻ കഴിയാത്തതിൽ തൃശൂർ അന്നമനടയിൽ KSEB ഓഫീസിൽ യുവാവ് ആക്രമണം നടത്തി. ജീവനക്കാരന് പരിക്കേറ്റു. തിരുവനന്തപുരം. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ PSCയുടെ ഒളിച്ചുകളി. എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്ക് നൽകാൻ കഴിയില്ല എന്നാണ് ഉദ്യോഗാർത്ഥിയുടെ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി. രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെയാണ് PSCയുടെ നടപടി. പരീക്ഷാ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്തെത്തി. PSCയുടെ വിശ്വാസ്യത എന്തിനു മേലെയാണ്? വസ്തുത അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണ്. അതിനാൽ ഏത് അന്വേഷണങ്ങൾക്കും സഹകരണമുണ്ടാകുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന PSC ബോർഡ് യോഗത്തിന്റെ തീരുമാനം. എന്നാൽ പരീക്ഷയുടെ വിവരങ്ങൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും ഒളിച്ചു കളിക്കുകയാണ് PSC. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ അഭിമുഖത്തിന്റെയും എഴുത്തുപരീക്ഷയുടെയും മാർക്ക് വിവരങ്ങൾ നൽകണമെന്ന ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടെങ്കിലും നൽകാനാകില്ലെന്നാണ് മറുപടി. റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടില്ലാത്തതിനാൽ നിയമപരമായി വിവരങ്ങൾ നൽകുവാൻ തടസ്സമുണ്ടെന്നാണ് PSCയുടെ വിശദീകരണം. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ ഓരോ ഘട്ടത്തിലും മലക്കം മറിയുന്ന ഇടപെടലാണ് PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകണമെന്ന കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും വീണ്ടും പരീക്ഷാ ക്രമക്കേട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. പരീക്ഷയുടെ വിവരങ്ങൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനും PSC തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് അന്വേഷണ സംഘം PSC ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് PSC ചെയർമാന് അന്വേഷണ സംഘം കത്തും കൈമാറി. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി VD സതീശനെതിരെ പരസ്യ പ്രതിഷേധവുമായി NSS. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ച അനുവദിക്കുന്നതിൽ കള്ളം പറഞ്ഞുവെന്ന് ആരോപിച്ച് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു. G സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായാണ് പ്രതിഷേധമെന്നും പരിപാടിയിൽ രാഷ്ട്രീയമില്ലെന്നും NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പറഞ്ഞു. ഇത് ഞങ്ങളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായ ബഹുമാനായ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ്. ഞങ്ങൾ സുരേഷ് ഗോപിയോ ഉപരാഷ്ട്രപതിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിക്കും അതിൻ്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറിക്കുമെതിരെ ഉണ്ടായ ചില പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ ജാഥയാണ്. റിനു ശ്രീധർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. റിനു, അങ്ങനെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് NSS. ഒരു സമാധാനപൂർണമായ പ്രതിഷേധമല്ലേ നടക്കുന്നത്?
തീർച്ചയായും അമൃത, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി സുകുമാരൻ നായർക്കെതിരെ വലിയ രീതിയിലുള്ള അപകീർത്തി പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയമില്ല. NSSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. BJPയും കോൺഗ്രസും ഒരുപോലെ NSSനെതിരെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെതിരായിട്ടുള്ള ഒരു വിമർശനം. പക്ഷേ ഇവർ പറയുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്, രാഷ്ട്രീയ ആരോപണങ്ങളില്ല എന്നുള്ളതാണ് പറയുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും നിലവിൽ ഫോൺ വിളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജി സുകുമാരൻ നായരെ മുഖ്യമന്ത്രി ഫോണിൽ പോലും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണം. എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഫോണിൽ സംസാരിച്ചു, കാണാനുള്ള ബജറ്റിന്റെ തിരക്കായതുകൊണ്ട് കാണാനുള്ള അവസരം പിന്നീട് കാണും എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇനി കാണുന്നത് ഫോട്ടോയിൽ കൂടി മാത്രം മതി എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ അതിനുശേഷം മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയും വലിയ രീതിയിലുള്ള വിമർശനമാണ് മന്നവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർശനത്തെക്കുറിച്ച് ജി സുകുമാരൻ നായർക്കെതിരെ നടത്തിയത്. BJP ഈ NSSലേക്ക് കടന്നു കയറുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ജി സുകുമാരൻ നായർക്കെതിരെ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിവിധ സംഘടന, അതായത് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ BJPയിൽ നിന്നൊക്കെ തന്നെ ഉയരുന്നത്. സ്വയം ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് സുരേഷ് ഗോപി ആരോപിക്കപ്പെടുന്നത്. എല്ലാം ജി സുകുമാരൻ നായരിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് NSS. വിവരങ്ങളാണ് റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്. പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ എതിർത്തും അനുകൂലിച്ചും കോൺഗ്രസിൽ പോര്. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് നൽകിയ പരിഗണനയെങ്കിലും KSU സംസ്ഥാന അധ്യക്ഷന് നൽകണമെന്നാണ് കോൺഗ്രസ് വക്താവ് VR അനൂപിന്റെ വിമർശനം. സംഘപരിവാറുകാരനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്ന് CPIM കുറ്റപ്പെടുത്തി. ഈ ലിസ്റ്റ് അവരുടെ രണ്ടുപേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വിവാദമായ രണ്ടുപേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദം KSU ഉൾപ്പെടെ ഉയർത്തിയപ്പോൾ VD സതീശൻ നടത്തിയ ഈ പ്രതികരണമാണ് കോൺഗ്രസിൽ ചർച്ചയായത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാക്കളായ KP ശശികലയോടും RV ബാബുവിനോടും കാണിച്ച അനുഭാവപൂർവമായ സമീപനം അലോഷ്യസ് സേവ്യറിനോടും PM നിയാസിനോടും കാണിച്ചുകൂടെ എന്നാണ് KPCC വക്താവ് VR അനൂപിന്റെ പ്രതികരണം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് VR അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘപരിവാറുകാരനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്ന് CPIM കുറ്റപ്പെടുത്തി. അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസ് നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ നിയമിച്ചതെന്ന് പറയാൻ വേണ്ടി അതിൻ്റെ ലെറ്റർ പാഡുമായിട്ടാണ് പത്രസമ്മേളനത്തിൽ വന്നത്. ഇത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? ഭീതിയോ പ്രീതിയോ സ്വജനപക്ഷപാതമോ ഒന്നുമില്ലാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദും രംഗത്ത് വന്നു. കുത്തിത്തിരിപ്പുകളുടെ അംബാസിഡർമാരായി KSU നേതാക്കൾ മാറുന്നുവെന്നും നിജേഷ് വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മദ്യം വാങ്ങാൻ 23 വയസ്സ് നിർബന്ധമാക്കുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു 24-നോട്. മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരും. നികുതി ഘടന മാറ്റിയതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനാകില്ല. അനുവാദം നൽകുന്നത് എക്സൈസ് ആണെന്നും 24ന്റെ ലൈഫ് മിനിസ്റ്ററിൽ മന്ത്രി M. ലിജു. ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ഫയൽ മൂവ്മെൻറ്റ് നടക്കുകയാണ്. 23 വയസ്സ് എന്നുള്ളത് സ്ട്രിക്റ്റ് ആക്കുന്ന, അതിനതിൻ്റെ ആവശ്യമായ നടപടികൾ ഉറപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയമമുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് എൻഫോഴ്സ് ചെയ്യണം. മ്യാൻമറിൽ യാത്രാ ബോട്ട് മുങ്ങി 500-ലേറെ പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നും UN വ്യക്തമാക്കുന്നു. ജൂൺ അവസാന വാരത്തോടെ മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്ത് നിന്നാണ് 2 ബോട്ടുകളും യാത്ര തിരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ളവരും ബോട്ടുകളിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് 250-ലധികം യാത്രക്കാരുമായി പുറപ്പെട്ട ആദ്യ ബോട്ടുമായുള്ള ബന്ധം യാത്ര തിരിച്ച ഉടൻ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. രണ്ടാമത്തെ ബോട്ട് ഈ മാസം 8-ന്
മ്യാൻമറിലെ ഇരാവതി തീരത്തിനടുത്ത് വെച്ച് കടലിൽ മുങ്ങുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയുള്ള സമയത്താണ് ബോട്ടുകൾ യാത്ര തിരിച്ചത്. കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷണറും അറിയിച്ചു. 2017 മ്യാൻമർ സൈന്യം റാഖൈൻ സംസ്ഥാനത്ത് നടത്തിയ വംശീയ ആക്രമണങ്ങളെ തുടർന്നാണ് റോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ ഉൾപ്പെടെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തുള്ള വാട്സാപ്പ് കോളിൽ അന്വേഷണം. പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എംപിമാരായ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും വ്യാജ ഫോൺ കോളുകൾ എത്തിയതിന് പിന്നാലെയാണ് നടപടി. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് വിദ്യാ ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. MLA ആയ വിദ്യാ ബാലകൃഷ്ണന് പിന്നാലെ മന്ത്രിപദവി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് സംഘം വിളിച്ചെന്ന് സ്ഥിരീകരിക്കുകയാണ് എംപിമാരായ ഷാഫി പറമ്പിലും ഡീൻ കുര്യാക്കോസും. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തനിക്ക് താൽപ്പര്യമുള്ള MLA മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന് നൽകിയ വാഗ്ദാനം. അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചുവെന്നും വ്യാജ കോളാണെന്ന് ആദ്യം തന്നെ മനസ്സിലായെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ജൂലൈ 10-ാം തീയതിയാണ് കോള് വന്നത്. പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം തട്ടിപ്പാണെന്ന് അറിയാം. ഒരു ആളെ, ഞാൻ പറയുന്ന ആളെ, ഞാനിപ്പോൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ MP എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായി നിന്നയാളെന്നുള്ള നിലയ്ക്ക് വിജയിച്ചു വന്ന MLA-മാരിൽ എനിക്കിഷ്ടമുള്ള ഒരാളെ മന്ത്രിയാക്കി തരാം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഓഫർ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇത് തട്ടിപ്പാണെന്നുള്ളത്. ഈ മാസം 6-നാണ് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത ഡൽഹിയിൽ നിന്നും വാട്സപ്പ് കോൾ എത്തിയത്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാറിന്റെ പേരിൽ മറ്റൊരു ഫോൺ നമ്പർ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ DGPക്കും വയനാട് SP-ക്കും DS രാജ്കുമാർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. പ്രതിയുടെ മാനസികാവസ്ഥയുൾപ്പെടെ കണക്കിലെടുത്തുള്ള മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ചെന്താമര മാനസാന്തരപ്പെട്ടെന്ന് നിയമസഹായവേദിയുടെ റിപ്പോർട്ട്. പ്രതിക്ക് അനുകൂലമായ രീതിയിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന CPI സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം ഏറ്റെടുത്ത് കേന്ദ്ര നേതൃത്വം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ന്യായമായ ആവശ്യമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ 24-നോട് പറഞ്ഞു. ഭിന്നത പരിഹരിക്കാൻ CPI-യുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചർച്ച നടത്തും. പിണറായി വിജയൻ നേരിട്ട് സംസാരിക്കുന്നതോടെ CPI അനുനയിപ്പിക്കാനാകുമെന്നാണ് CPIM-ന്റെ പ്രതീക്ഷ. ഉപനേതാവ് സ്ഥാനത്തിൽ ഇനി ചർച്ചയില്ലെന്ന പിണറായി വിജയന്റെ മുൻ നിലപാട് CPI-യെ ചൊടിപ്പിച്ചിരുന്നു. ഉപനേതാവ് സ്ഥാനത്തിൽ CPI ദേശീയ നേതൃത്വവും നിലപാട് കടുപ്പിക്കുകയാണ്. That is a genuine demand from our party because our party is an important ally of LDF. Our party wants to be more active, wants to play more active role. സംസ്ഥാനത്തെ CPIM CPI നേതൃത്വങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുമെന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരവിടെ ചർച്ച ചെയ്ത് അവർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം അവിടെ അവർ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകൾ അടഞ്ഞ അധ്യായമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ജീവിതത്തിനകത്തും രാഷ്ട്രീയത്തിലും ഒന്നിനും ഫുൾ സ്റ്റോപ്പില്ല. ഒരു അധ്യായവും അടഞ്ഞ അധ്യായങ്ങളല്ല. ഇന്ന് ഡൽഹിയിൽ ആരംഭിച്ച CPI നേതൃയോഗങ്ങളിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. 24 ഡൽഹി. ആലപ്പുഴ വലിയ ചുടുകാട്ടിലെ VS അച്യുതാനന്ദൻ സ്മാരകത്തിൽ പാർട്ടി നേതൃത്വത്തെ എതിർപ്പറിയിച്ച് പുന്നപ്ര വയലാർ സമരസേനാനിയും CPIM നേതാവുമായിരുന്ന PK ചന്ദ്രാനന്ദന്റെ കുടുംബം. പുന്നപ്ര വയലാർ സ്മാരകത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്നും വലിയ ചുടുകാട് VS-ന്റെ സ്മാരകമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കുമെന്നും കുടുംബം പറയുന്നു. വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക മന്ത്രിക്ക് കത്ത് നൽകാനാണ് CPI തീരുമാനം.
സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. സോനം വാങ്ചുക്കിനെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സമൂഹമാധ്യമ അക്കൌണ്ടുകളിൽ വ്യാപക കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. സപ്പോർട്ട് സോനം വാങ്ചുക് എന്ന ഹാഷ്ടാഗോടെയാണ് കമന്റുകൾ. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അഭ്യർത്ഥിച്ചു. എഥനോൾ കലർന്ന E20 പെട്രോൾ നിറച്ചതിനെ തുടർന്ന് വാഹനം തകരാറിലായി എന്ന പരാതിയിൽ നിർണായക ഉത്തരവ്. ഉപഭോക്താവിന് പുതിയ കാർ പകരം നൽകാൻ റായ്പൂർ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. വാഹന നിർമ്മാതാക്കൾക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. പുതിയ വാഹനം നൽകാൻ സാധിച്ചില്ലെങ്കിൽ 20.5 ലക്ഷം രൂപ തിരികെ നൽകണം. പരാതിക്കാരന് ഉണ്ടായ മാനസിക പ്രയാസത്തിന് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപയും കോടതി ചെലവുകൾക്കായി 10,000 രൂപയും 45 ദിവസത്തിനകം നൽകണമെന്നും ഉത്തരവ്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന ആദ്യത്തെ സുപ്രധാന വിധിയാണ് ഇത്. തെക്കൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 5ാം ദിനവും അമേരിക്കൻ ആക്രമണം. നാവിക ഉപരോധം ലംഘിച്ച് ഇറാനിലെ ഖാർഗ് ദ്വീപിലേക്ക് നീങ്ങിയ കപ്പൽ അമേരിക്കൻ സേന ആക്രമിച്ചു. തെക്കൻ ഇറാന് പുറമെ തെഹ്റാനിലേക്കും വടക്കൻ പ്രദേശങ്ങളിലേക്കും അമേരിക്ക ആക്രമണം നടത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർച്ചയായ 5ാം ദിവസവും ഇറാനെതിരെയുള്ള ആക്രമണം തുടരുകയാണ് അമേരിക്ക. ഇറാന്റെ ക്രൂസ് മിസൈൽ കേന്ദ്രങ്ങളും തീരദേശ പ്രതിരോധ സംവിധാനങ്ങളുമാണ് 90 മിനിറ്റ് നീണ്ട 2ാം ഘട്ട ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസ്, ഛബഹാർ, അഹ്വാസ് എന്നീ നഗരങ്ങളിലും ഖഷാം ദ്വീപിലും വടക്കൻ ഇറാനിലെ സെംനാനിലും സ്ഫോടനങ്ങൾ നടന്നെന്നാണ് വിവരം. ഗ്രേറ്റർ ടുനബ് ദ്വീപിലെ ക്രൂസ് മിസൈൽ സംഭരണ കേന്ദ്രവും ആക്രമിക്കപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. അതിനിടെ ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ആണവ പദ്ധതിയുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന പിക്കാക്സ് മൗണ്ടനിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ബോംബിടാനും ട്രംപ് ആലോചിക്കുന്നതായാണ് വിവരം. നാവിക ഉപരോധം ലംഘിച്ച് ഇറാനിലെ ഖാർഗ് ദ്വീപിലേക്ക് നീക്കാൻ ശ്രമിച്ച കപ്പൽ ആക്രമിച്ച് നീക്കം തടഞ്ഞതായി US സൈന്യം അറിയിച്ചു. അതിനിടെ ഇറാനിലെ ഗോതമ്പ് ശേഖരണ കേന്ദ്രം ആക്രമിച്ചതായുള്ള റിപ്പോർട്ടുകൾ അമേരിക്ക നിഷേധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അമേരിക്കൻ ആക്രമണങ്ങളിൽ തെക്കൻ ഇറാനിൽ 35 പേർ കൊല്ലപ്പെട്ടതായും 300 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. മെഡിക്കൽ കരിയറിലേക്ക് ഒരു സുവർണാവസരം. 24 സ്റ്റഡി അബ്രോഡ് അവതരിപ്പിക്കുന്ന 24 ഇന്റർനാഷണൽ മെഡിക്കൽ എക്സ്പോ 2026 ജൂലൈ 21 കൊച്ചിയിലും ജൂലൈ 23 കോഴിക്കോടും നടക്കുന്നു. MBBS, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി ഉസ്ബെക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നീ രാജ്യങ്ങളിലെ പഠനാവസരങ്ങളെക്കുറിച്ച് വിദഗ്ധരിൽ നിന്ന് നേരിട്ടറിയാം. നീറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും യോഗ്യതയനുസരിച്ച് അപേക്ഷിക്കാം. IELTS ആവശ്യമില്ല. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈ വിസ സക്സസ് റേറ്റ് കൂടാതെ ജർമ്മനി, ഓസ്ട്രിയ പാത്വേ സംബന്ധിച്ച വിവരങ്ങളും ലഭിക്കും. കോഴ്സ് ഫീസ് വർഷം 3 ലക്ഷത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സീറ്റുകൾ പരിമിതമാണ്. ജൂലൈ 21 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് ഇൻസൈറ്റ് മീഡിയ സിറ്റി വെണ്ണല കൊച്ചിയിലും ജൂലൈ 23 രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് സരോവരം മിനി ബൈപ്പാസ് കോഴിക്കോടുമായിരിക്കും. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 9001 9001 56 അല്ലെങ്കിൽ 8000 8001 20 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. Argentina final. Golcano in association with Mather Eagles FC, Kerala. ത്രില്ലർ പോര് ജയിച്ച അർജന്റീന ഫിഫ ലോകകപ്പ് ഫൈനലിൽ. ആവേശ സെമിയിൽ 1-നെതിരെ 2 ഗോളിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഞായറാഴ്ച രാത്രി 12:30 നടക്കുന്ന കലാശപ്പോരിൽ സ്പെയിനാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ എതിരാളികൾ. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.